ആശമായിട്ട് ഒരുപാട് നേരമായോ? എന്നാ വിളിക്കാൻ പാടില്ലായിരുന്നോ? ഇല്ലടാ, വന്നേ ഉള്ളൂ. ചുമ്മാ ഇറങ്ങിയതാ? നിന്നെ കണ്ടട്ടെ ഒരു നന്ദി പറയാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. നിന്റെ ലവ് ലെറ്റർ പരിപാടി ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായിട്ട് ഏറ്റു. ഞാൻ പറഞ്ഞില്ലേ ആശാനെ, ഈ പ്രണയം എന്ന് പറയുന്നതേ ഭയങ്കര വലിയൊരു സംഭവം. അത് കറക്റ്റ് ചേർക്കേണ്ട അളവിൽ ചേർത്തങ്ങോട്ട് കൊടുത്താണ്ടല്ലോ പിന്നെ ഒരു ശക്തി അതിനെ വേർപെടുത്താനാവില്ല ആശാനെ. അതാണ് ഞാനിപ്പോ അത് അനുഭവിക്ക. അല്ല, എനിക്കൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലെന്ന് പറയായിരുന്നു. അല്ല, നിന്റെ ആ കത്തില്ലേ, നീ ആ ജയശ്രീക്ക് കൊടുത്ത കത്തേ, അതിന് മറുപടി കിട്ടിയായിരുന്നോ? അത് പറയാം. ഏട്ടത്തമ്മയ്ക്ക് കൊടുത്ത കത്തിന്റെ കാര്യം എന്തായി? കൊടുത്തപ്പോ തന്നെ മറുപടി കിട്ടിയില്ലേ? പിന്നെ ആ സെക്കൻഡിൽ തന്നെ കിട്ടി. വായിച്ചോക്ക്, ആ കത്തോടുമ്പോ കിട്ടിയ മറുപടിയാ. ഇംഗ്ലീഷാ? അപ്പൊ ആശ വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ മറുപടി വന്നേ? ഞാൻ ഒരൊറ്റ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇതെന്റെ കയ്യിൽ കിട്ടിയപ്പോഴേ എന്റെ പണി അങ്ങോട്ട് പോയി, മനസ്സിലേ? അതാണ് ഞാൻ നിന്നെ വന്ന് അങ്ങോട്ട് കാണിച്ചതേ. അതെന്തിനാശനെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചത്? എന്റെ പണിയും കൂടെ കളയാനാ? എന്റെ പണി പോയ സ്വാഭാവികമായിട്ട് നിന്റെ പണിയും പോവില്ലോ. ഇങ്ങോട്ട് എടാ, രാമേട്ടൻ 2 മാസം ലീവ് വേണ്ടിട്ട് പണ്ടാ അങ്ങ് വന്നു. അതാ അച്ഛനെ, ഇനി പേപ്പർ വേറെ ആരെയും കാണിക്കില്ല അച്ഛനെ. വെറുതെ എന്തിനാ മറ്റുള്ള ശാപം കൂടെ നമ്മളായിട്ട് വാങ്ങിച്ചു കൂട്ടുന്നത്? അച്ഛന്റെ ഓട്ടോ ശ്രീയെ ഉത്തരവാദിത്തോടെ തിരിച്ചേൽപ്പിക്കുകയാണ് അച്ഛനെ. അപ്പൊ ഇനി എന്താ നീ ഓടുന്നില്ലേ? ഞാൻ ഓടിയ ആശൻ എങ്ങനെ ജീവിക്കും? എനിക്ക് പിന്നെ എന്തു പണിക്കും പോവാലോ. ഈ ഓടി നടന്ന് പല പണിയും പഠിച്ചോണ്ടേ ഏതു പണിക്കും ധൈര്യത്തോടെ പോയി നിൽക്കാം. അതുപോലെയല്ലോ ആശാൻ. ആശ ഓടിക്കോ. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? അത് പിന്നെ ഉണ്ടാവുമല്ലോ ആശാനെ. കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം ഈ സ്ത്രീ എന്റെ ജീവിതത്തിൽ ഭാഗമായിട്ട് മാറിയതല്ലേ. ഞാൻ ഇതിന് ദിവസം കുളിപ്പിക്കും, പിന്നെ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ടിട്ട് തൊടിയിക്കും, ചന്ദനം തൊടിയിക്കും. ഇനിയിപ്പോ അതൊന്നും വേണ്ടല്ലോ, ഏതെങ്കിലും സൈറ്റിൽ കയറാം. ഇതെന്താണ് നീ ഇങ്ങനെ വലിച്ചെറിയുന്നത്? ഇത് പപ്പയുടെ പ്ലെയിൻ അല്ലേ? ഉപയോഗശൂന്യമായതൊക്കെ ഞങ്ങൾ സാധാരണ വലിച്ചെറിയാറാ പതിവ്. ഇതിപ്പോ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മുന്നിലോട്ട് ഇട്ടു എന്ന് മാത്രം. ഉപയോഗശൂന്യമായതോ? ഇത് സത്യമോൾ ഓടിച്ചോണ്ട് നടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആ, സത്യമോളുടെ പ്ലെയിൻ ഓടും, പക്ഷേ നമ്മുടെ മോളുടെ പ്ലെയിൻ ഓടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? നമുക്ക് രണ്ടുപേർക്ക് കളക്ടറേറ്റിൽ അല്ല ജോലി. നിങ്ങളെ പോലെ ഗെയിമും കളിച്ചോണ്ടല്ല വിഷ്ണുവേട്ടൻ ഇരിക്കുന്നെ. പിന്നെ എന്നെ പോലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ല എന്റെ കുഞ്ഞേച്ചി. അവർക്കൊക്കെ അന്തസ്സും ആഭിജാത്യവും ഉണ്ട്, പിന്നെ നമുക്കതൊന്നും ഇല്ലല്ലോ. അല്ല, മോളുടെ കളിപ്പാട്ടത്തിന് എന്ത് പറ്റിയെന്ന് പറയാനാണോ നീ ഇത്രയും കഥകൾ പറഞ്ഞത്? എന്റെ രോഹിത്തെ, നിങ്ങൾ ഇത്ര പഞ്ചപാവമാവല്ലേ. സത്യമ്മ വാങ്ങിക്കൊണ്ടുവന്നത് 2 പ്ലെയിനാ. അതില് സത്യക്ക് കൊടുത്ത പ്ലെയിൻ ഓടും. നമ്മുടെ മോൾക്ക് കൊടുത്ത പ്ലെയിൻ ഓടണമെങ്കിലേ അതിനൊപ്പം നമ്മളും ഓടണം. മനസ്സിലായില്ലേ? നമ്മുടെ മോൾക്ക് വാങ്ങിക്കൊടുത്തത് കേടായ ഒരു പൊട്ട പ്ലെയിനാണെന്ന്. എടി, അങ്ങനെയൊന്നും സത്യമ്മ ചെയ്യില്ല. കളിപ്പാട്ടമല്ലേ, കേടായി പോയതായിരിക്കും. ആ ശരി, എന്നിട്ട് എന്തുകൊണ്ട് സത്യയുടെ പ്ലെയിൻ കേടായി പോയില്ല? എന്റെ രോഹിത്തെ, ഈ വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടി കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചത് ആരാ? നമ്മളാ. വല്ലവന്റെ കയ്യിലിരുന്ന മുതല് എന്തുമാത്രം അടിയും ഇടിയും കൊണ്ടാ നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് സ്വന്തമാക്കിയത്. എന്നിട്ട് അതൊരു മടിയും കൂടാതെ നിങ്ങൾ അച്ഛന്റെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. എന്തിനാ? സത്യാമ്മയ്ക്കും അച്ഛനും താമസിക്കാൻ.
എന്നിട്ട് ഇവിടെ ഇപ്പൊ ആരാ താമസിക്കുന്നെ? രോഹിത്തെ പറയാൻ. എടീ താമസിക്കുന്നത് നമ്മൾ എല്ലാവരും കൂടിയാ. എല്ലാരും കൂടി എന്ന് വെച്ചാ അതാരൊക്കെയാ പറയാൻ? ഹ, എന്റെ ശ്യാമ നിനക്കിത് അറിയാവുന്ന കാര്യമല്ലേ? നിന്റെ കുഞ്ഞച്ചിയും വിഷ്ണുബ്രോയും പിന്നെ നമ്മളും. രോഹിത്തെ, എന്റെ കുഞ്ഞേച്ചിക്കും വിഷ്ണുവേട്ടനും താമസിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത്? അല്ലല്ലോ. താമസിക്കുന്നതോ പോട്ടെ, അതിന്റെ വല്ല നന്ദി അവര് നമ്മളോട് കാണിക്കുന്നുണ്ടോ? ശ്യാമേ, നീ നിന്റെ കുഞ്ഞേച്ചിയെ കുറിച്ചായി സംസാരിക്കുന്നത് ഓർമ്മ വേണം. രോഹിത്തെ, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെടുക. ഞാൻ മാത്രമല്ല, നമ്മുടെ മോളും. എനിക്ക് പറ്റണില്ല. എന്നെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നാണക്കേട് സഹിച്ച് കഴിയാൻ പറ്റണില്ല. രോഹിത്തെ, എന്തെങ്കിലും ഒരു വഴി അത് കണ്ടേ പറ്റൂ.